Hello மக்களே, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர், with me my husband Vasu. வணக்கம். பார்ட் 1, 2, 3 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கலாம், நான் டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ணுறோம், போய் பாருங்க. இப்போ பார்ட் 4 போயிடலாம். என்ன கூட்டு விட்டாரா? அப்படித்தான் நினைக்கிறேன். ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കൂ ശ്രീനി. ഒരുപാട് എനിക്ക് മനസ്സിലാവുന്നു ജാനകി. കാർത്തികേയൻ, നിന്റെ ലൈഫിലെ ആദ്യത്തെ ഒബ്സഷൻ, നിന്റെ ടീനേജിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞു നീ മനസ്സിൽ കൊണ്ടു നടന്ന ഡീപ് പാഷൻ മുഖം കൂട്ടി ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാൻ ഞാൻ തയ്യാറാണ്. നിന്നെ അവൻ കിഡ്നാപ്പ് ചെയ്തു, ഏതോ തമിഴ് വില്ലേജിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. ദിവസങ്ങൾ I told you, അതൊരു വീടായിരുന്നു. So what? എന്നിട്ട് അവൻ നിന്റെ അച്ഛനോട് വിലപേശി. ഞാൻ അറിയാതെ നിന്റെ അച്ഛൻ കോംപ്രമൈസ് ചെയ്തു. ഭംഗിയായി ആ ബിസിനസ് അവസാനിപ്പിച്ചു. ഞാനാണ് വിട്ടിയായത്. ഞാൻ നിന്റെ ഭർത്താവുദ്യോഗവും കാത്തിരിക്കുന്ന ഒരു കിഴങ്ങനല്ല. ഞാനൊരു പോലീസ് ഓഫീസറാണ്. എന്റെ ഡ്യൂട്ടിയാണ് അവനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിനോട് നീ കോപ്പറേറ്റ് ചെയ്യണം. ഡിമാൻഡ് അത് മാത്രം. എനിക്കറിയാം ശ്രീനി പറയുന്നത് ശരിയാണെന്ന്, പക്ഷേ ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. എല്ലാം ഇതോടെ അവസാനിക്കുമെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങുമ്പോ അവിടെ മറ്റൊന്നും ഉണ്ടാവില്ല. ഐ സ്വെയർ. സമാധാനത്തോടെയുള്ള ഒരു ജീവിതം ആഗ്രഹിച്ച് പറയാൻ ഞാൻ. വേണ്ട, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കാം. നിന്നെ അവൻ തൊട്ടിട്ടില്ല എന്ന് പറ, ഞാൻ വിശ്വസിക്കാം. അയ്യോ, നീ എന്തിനാ അവനെ ഭയക്കുന്നത്? നിന്റെ ഒരു കംപ്ലൈന്റ്, ഒരു സ്റ്റേറ്റ്മെന്റ്, അത് മതി. ഒരിക്കൽ തീർക്കാൻ ബാക്കി വെച്ചതെല്ലാം കൂടി എനിക്ക് അവന് കൊടുക്കാൻ. തീരില്ല ശ്രീനി, അറിയില്ല ശ്രീനിക്ക് അയാളെ. അത് ഞാൻ എഗ്രി ചെയ്യാം. നിന്റെ അത്ര എനിക്കറിയില്ല. പക്ഷെ നാളെ എനിക്കറിയാത്ത ചിലതല്ല അവൻ പറഞ്ഞു നടന്നാൽ ഞാനൊരു പുരുഷനാണ്. ചിലപ്പോഴൊക്കെ ശ്രീനി പറയാതെ തന്നെ എനിക്ക് ഊഹിക്കാം യുവർ ഡൗട്ട്സ്. പക്ഷേ നെവർ കാർത്തികേയൻ. എന്ത് ഷുവർട്ടി ഉണ്ട് തരാൻ? ഒരു ചാരിത്ര സർട്ടിഫിക്കറ്റ്. നീ ഈ നിമിഷവും കന്യകയാണെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ ഒരു തെളിവ് വേണ്ട. അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് വേണ്ടത് അവനെയാണ്. ശ്രീനിവാസൻ എന്റെ വാക്കുകളെ ഒരു സൗജന്യം തരുമ്പോൾ വിശ്വസിക്കാൻ മെനക്കെടണ്ട. അത്രയേ പറ്റുള്ളൂ. ചുമ്മാ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാം. ബുദ്ധിമുട്ടുണ്ട. വളരെ ഈസിയായ വേറൊരു വഴിയുണ്ട്. നമുക്ക് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. മറ്റുള്ളവർ വാക്കുകൾ കൊണ്ട് തീർച്ചപ്പെടുത്തിയ വിവാഹം നമുക്ക് 2 വാക്കുകൾ കൊണ്ട് പൊളിക്കാം. ഞാൻ അത് മീൻ ചെയ്തിട്ടില്ല. നീ എന്തിനാ അവന് വേണ്ടി വാദിക്കുന്നു? അതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കത് ഇനിയും വിശദീകരിക്കാൻ മനസ്സില്ല. Then get lost. என்னப்பா இப்படி திட்டு போறாரு? இப்பவே இவ்வளவு பேச்சு பேசுறாருன்னா SP ശ്രീനിവാസൻ ഇപ്പൊ എന്താ വേണ്ടത്? എന്നെ അറസ്റ്റ് ചെയ്യണം? ചെയ്യട്ടെന്നേ. നീ അവളെ വിളിച്ചു പറ, അവൻ എഴുതി കൊടുക്കുന്ന കംപ്ലൈന്റിൽ ഒപ്പിടാൻ. അവള് ചെയ്യില്ല. ഇതിപ്പോ ശേഖരന്റെ തോന്നിയാസം ഒന്നുകൊണ്ടുണ്ടായ അൽക്കുലത്തല്ലേ. കല്യാണം മുടങ്ങി അത് കലക്കി. കൊണ്ടുവയ്ക്ക്. സുഹ്റ, നീ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താടാ നീലം വലിയ ചൂടില്ല. അയാള് മംഗലശ്ശേരിക്ക് ഇല്ല. നീ അവനെ ചെന്നൊന്ന് കാണണം. എന്താ പറയണ? അവിടെ അറിഞ്ഞിരിക്കണു ശേഖരന്റെ മകളുടെ കല്യാണം മുടങ്ങിന്നൊക്കെ. മംഗലശ്ശേരിക്ക് അയാൾ പോണെങ്കിൽ അതിനു മുമ്പ് നീ ആ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യണമെന്ന. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരാറിലാക്കിയിട്ട് നീ നേടിയതൊന്നും അയാൾക്ക് വേണ്ടാന്ന്. ആ പഴയ നീലകണ്ഠനെയാ ഞങ്ങൾ അവിടെ കണ്ടത്. ആരെ കാണണം ഞാൻ? ശ്രീനിവാസനെയോ ശേഖരൻ നമ്പ്യാരെയോ? 2 പേരെയല്ല, ജാനകി കാണാം. സുഹറ പറഞ്ഞ് ഞങ്ങൾക്കറിയാം. നിനക്കിഷ്ടമാണെങ്കിൽ നീ പോയി വിളിച്ചിട്ട് വാടാ ആ കുട്ടിയെ. சமாட்டிங்களா ஒரு எங்க வந்து என்ன கேட்டிருப்பாரு? മതിയായില്ലേ നിനക്ക്? ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത മഹാഭാവി. എന്നിട്ടും എന്തിനു കയറുന്നു നീ? എനിക്ക് എന്റെ മോളെന്ന് വെച്ച അത്രയ്ക്ക് വലുതാ. എന്റെ പ്രാണം കൊടുക്കും ഞാൻ അവക്ക്. അതുകൊണ്ടാ നീ ജയിച്ചതും ഞാൻ തോറ്റതും. എന്താണ് ശേഖര സാറേ ജയവും തോൽവിയും? അതൊക്കെ ഇവിടെ നമ്മൾ സെവൻസ് ഫുട്ബോൾ കളിച്ചതൊന്നും അല്ലല്ലോ. നിങ്ങൾ എന്റെ അച്ഛനായിട്ട് ഒരു പണി പണിതു, ഞാനൊന്ന് തിരിച്ചു വെച്ചു. എനിക്കതിന് വലിയ ലാഭമൊന്നും തോന്നില്ല. പക്ഷെ നിങ്ങളുടെ മകൾക്ക് നഷ്ടം സംഭവിച്ചു എന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ. എന്തിന് തെറ്റ് പറയാനോ? ഇവിടെ ആർക്കും കേൾക്കണ്ട, ഇറങ്ങിപ്പോ. ചെയ്തത് തെറ്റായി എന്ന് തോന്നിയിട്ട് വന്നതല്ല. ഒരു പരിഹാരം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അതൊന്ന് പ്രസന്റ് ചെയ്യാൻ വന്നതാ. ജാനകിയെ ഞാൻ കല്യാണം കഴിച്ചോളാം. എന്തു പറഞ്ഞടാ നോയൻ? മംഗലശ്ശേരി നീലകണ്ഠനും ഞാനും ജന്മശത്രുക്കളാ. എനിക്ക് പോകുന്ന തരക്കാരനാ നീലൻ, അവന് ഞാനും. നീ ചെക്കനാ ഇന്നലെ കുരുത്തത്. എന്റെ ഉമ്മറത്ത് കയറി വന്നിട്ട് എന്നെ ഊശിയാക്കുന്ന വർത്താനം പറയരുത്. ஜானகி அவரோட கேளுங்க. ശേഖര സാറേ, അങ്ങനെ വിളിക്കുന്നത് നിങ്ങൾ എന്റെ സ്കൂളിലോ കോളേജിലോ പഠിപ്പിച്ചുകൊണ്ടൊന്നും അല്ല. വിളിച്ച ശീലം ശേഖരൻ എന്ന് തന്നെയാണ്. ഇത് റെസ്പെക്ട് ചെയ്യുന്നതാ. പിറന്നു വീണ നാള് മുതൽ അച്ഛന്റെ ശത്രു എന്ന ലോകം മുഴുവൻ പാടിക്കേട്ട പേരിനോടൊരു ബഹുമാനം.
അല്ലെങ്കിൽ എന്റെ മാറിൽ വീണ കൈ വന്ന രൂപത്തിൽ തിരിച്ചയച്ചിട്ടില്ല ഏതവന്റെ ആയാലും. കാർത്തി, അവക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവളെ. അനുഗ്രഹിച്ചില്ലേലും ശപിക്കാതെ ഇവളെ എന്റെ കൂടെ പറഞ്ഞയച്ചോ, ഞാൻ പോറ്റിക്കോളാം. കാർത്തികേയൻ, ജാനകി, ഞാൻ മറ്റൊരാളിന്റെ ഭാര്യയാവാൻ പോകുന്നവളെ സ്വന്തമാക്കാൻ വന്നവനല്ല. നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി കണ്ടെത്തിയ പോലീസ് രാമൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നറിഞ്ഞിട്ട് വന്നവനാണ് ഞാൻ. അതിന് കാരണം ഞാനായതുകൊണ്ട്. ഇനിയും എന്തിനാണ് നമ്മൾ ഈ നിഴൽക്കുത്ത് കളിക്കുന്നത്? പറ, നമുക്ക് പരസ്പരം ഇഷ്ടമാണെന്ന്. ഇവരുടെ അനുവാദം വായിച്ച് നമുക്ക് സുഖമായി ജീവിക്കാവണോ? അഗ്നിശുദ്ധിയും വനവാസവും കൽപ്പിക്കാൻ ശ്രീരാമദേവനെന്നുള്ളവൻ മേൽച്ചുണ്ടിന്റെ പുറത്ത് വളർന്ന രോമങ്ങളെ വെട്ടി ഉതുക്കി മിനുക്കി നടക്കുന്ന പുരുഷാകാരമുള്ള ഒരു സവാരി ഗിരിഗിരി കാപ്പൻ. ജാനകി, പ്ലീസ്, ദൈവത്തെ ഓർത്ത്, പ്ലീസ് പോ, പോകാൻ. നീ എന്താടി ഇങ്ങനെ? നമുക്ക് കാര്യങ്ങൾ ഇപ്പോഴേ സെറ്റിൽ ആടി. Let's lost you. இவர் சொல்லி போல அவங்க சொல்லி போயிட்டாங்க. Get lost. ശ്രീനി പറയുന്നത് മുഴുവൻ എനിക്ക് മനസ്സിലാവും. തന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇത് തന്നെയൊക്കെ സ്റ്റാൻഡ്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, അവള് കംപ്ലൈന്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞതിന്റെ പുറകില് മറ്റൊന്നുമല്ല. അത് ഷുവറാ, പേടിച്ചിട്ട വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാവോ എന്നുള്ള പേടി. പക്ഷെ ഞാൻ പറയുന്ന പ്രശ്നം അതൊന്നുമല്ല. ഇത് ഈ കല്യാണം നടക്കാതിരുന്നാല് ശേഖരമ്മയുടെ അവസ്ഥ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഐ ക്യാൻ. ബട്ട് എന്റെ ഒരു ചോദ്യത്തിന് താൻ ഉത്തരം പറ. ഞാനെല്ലാം മറക്കാം, ജാനകിയെ കേട്ടാ. പക്ഷെ പച്ചയ്ക്ക് ചോദിക്കട്ടെ, അവൻ കാർത്തികേയൻ ഞാൻ കുറെ നാൾ കൊണ്ടുപോയി പാർപ്പിച്ച ചരക്കിനാണിതാ അവനിപ്പോ ചുമന്നുകൊണ്ട് നടക്കുന്നെന്ന് പറഞ്ഞു നടന്നാൽ, എടോ ഞാൻ അത്ര വലിയ പുണ്യാത്മാവെന്ന് അങ്ങനെ വല്ലതും കേട്ടാ ചുമ്മാ ചിരിച്ചു കളയാൻ. അവൻ ജീവനോട് ഇരിക്കുമ്പോ എനിക്ക് പ്രയാസമാണ്. പരസ്പരം കണ്ടുമുട്ടാൻ ചാൻസ് ഇല്ലാത്ത ഡിസ്റ്റൻസിലേക്ക് ഒന്നുമില്ല അവൻ പോണം, അല്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ട് പോണം. നിങ്ങൾ അങ്ങോട്ട് പോകാൻ അവൻ പോയാ മതി. പറഞ്ഞയക്കാൻ ഞാൻ അവനെ പറഞ്ഞയക്കാം. അതേ ഈ പ്രശ്നങ്ങൾ തീരാൻ വഴിയുള്ളൂ. സ്വമനസാലെ ശേഖരൻ മോളെ നിനക്ക് തരില്ല. ആരെ വേണേലും വിവാഹം ചെയ്തോളൂ, ഒരിക്കലും നിന്നെ ആവരുതെന്ന് ശേഖരൻ മോളോട് സത്യം ചെയ്ത് വാങ്ങി. അത് സുഹറ പറഞ്ഞിട്ടുള്ള അറിവാണ്. എന്താ അതിന്റെ ഭാവം? ഈശ്വര, അവൻ എന്ത് ഭാവിച്ചാലും നടക്കും. നടത്താൻ പോന്നവനാ കാർത്തികേയൻ. ആ പെൺകുട്ടി പക്ഷെ ശേഖരനെ ധിക്കരിച്ച് ഒന്നും ചെയ്യില്ലെന്ന് ഉറപ്പാ? പാടില്ല, ധിക്കരിക്കാൻ പാടില്ല. എടോ, അവന്റെ ജീവിതം തോൽവികളുടെ തുടർച്ചയാണ്. ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ബാല്യത്തിന്റെ കളിയരങ്ങിൽ തുടങ്ങിയ യുദ്ധത്തിൽ ഇന്ന് ഞാൻ ഭീമനും അവൻ കീചകനുമാണ്. ഈ വയസ്സുകാലത്ത് സ്വന്തം മോളോട് അവനെ ചതിച്ചാൽ താങ്ങില്ലടോ. അവനെ പോലൊരു ദുർബലൻ. ஆனா என்ன பண்ண முடியும் அவர் ஜெயிக்கிறதுக்கு? വാര്യരപ്പ്, നമുക്ക് ആ വിഷയം വിടാൻ. വാര്യരപ്പ്, വിവാഹത്തെ കുറിച്ചുള്ള ചിന്തകളൊന്നുമല്ല. ഞാൻ അതിലും വലിയ ത്രില്ലില്ല വീണ്ടും അച്ഛന്റെ കൂടെ ജീവിക്കാൻ പോകുന്നതിന്റെ. എനിക്കത് മതി. ഞങ്ങൾ വയസ്സന്മാരാരെങ്കിലും ശേഖരനെ ഒന്ന് കാണുന്നു. അതൊരു കാര്യം, അതിന്റെ ഒന്നും ആവശ്യമില്ലേക്കാ. നീ കുടിക്കും അല്ലേ? നീ എങ്ങനെ കുടിക്കും എന്നല്ല ചോദിച്ചത്. അല്ല, അതും ആരോ എന്നോട് പറഞ്ഞല്ലോ. മക്കാടി വൈറ്റും വെള്ളനീര് ചേർത്ത്. ഞാനും കുടിച്ചിരുന്നത് കരിക്കം വെള്ളം ചേർത്താ. പക്ഷെ നാടൻ മാറ്റിലാണെന്ന് മാത്രം അറിയാം. ഞങ്ങളുടെ ജനറേഷൻ ശരിക്കും വിജറ്റ് ചെയ്യാൻ കരള് വെന്ത് വെണ്ണീറാവൂ ഇവരുടെ കൂട്ടില് പോയാ. എന്നിട്ട് എന്താ പറ്റിയേ? ഇപ്പോഴും നിൽക്കുന്ന കണ്ടില്ലേ പന പോലെ? പുള്ളി നിർത്തി 4 മാസം കഴിഞ്ഞപ്പോ പേരിനൊരു പനി വന്നാ ഭരതൻ ചത്ത്. ഇയാൾ എന്താ ചെയ്യാ ഈശ്വര? ഭാനുമതി എന്ന പുണ്യം നെറുകയിൽ തീർത്ഥമായി വീണത് തൊട്ട് അശുദ്ധി വരുത്തിയിട്ടില്ല മനസ്സിനും ശരീരത്തിനും. ഒരു രാത്രി മാത്രം ഒന്ന് തിരിച്ചു പോവാം. ബാക്ക് ടു ദ പാസ്റ്റ്. എന്തുണ്ടോ തരാൻ? എന്തും പഴയ ഫേവറേറ്റ് നാടൻ വേണമെങ്കിൽ അതും. ഗുഡ്. ഞാനും കുറുപ്പും കൈത്തരോസും കൂടെ നിങ്ങൾ കുട്ടികളും. എന്താടോ, തനിക്കും വേണോ? ഒരെണ്ണം കീച്ചടോ. ഇത് ആരെ കാണിക്കാൻ Celebration ആ? കൊണ്ടാണ് സർട്ടിഫിക്കറ്റ്? சும்மா பையன் லவ் ஃபீலியர் வச்சிருந்தேன். നീ ഇപ്പൊ എന്താ അവരോട് പറഞ്ഞേ? സവാരി ഗിരിഗിരി. അത് ഈ തമിഴ്നാട്ടിലെ സുഹൃത്തുക്കൾ യാത്രകൾ എവിടെന്നോ നാവിൽ കയറി പറ്റി ഇറങ്ങിപ്പോ. அது இங்க இருந்து தான் எடுத்திருக்காங்க. അങ്ങനല്ല, അതൊരു പാട്ടാ. സംതിങ് ലൈക്ക് എ ഫോക്ക് സോങ്. സവാലം ഗിരി 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 அதுதான் அது. நமக்கே தெரியாம நம்ம அதை சொல்லிக்கிட்டு இருக்கோம். ഹലോ, യെസ്, അതെ. എവിടെ? ആ, ശരി ശരി. ഉവ്വ, ഞാന് എന്റെ വണ്ടി വന്നോളാം. ഉവ്വ. ജാനകിയുടെ അച്ഛൻ എന്നെ കാണുന്ന ഈസ് വില്ലിങ് എന്നാണ് തോന്നുന്നത്. അവരുടെ ആ പഴയ ബംഗ്ലാവിൽ പുള്ളി കാത്തിരിപ്പുണ്ട്. ഒരു കാറ് പുള്ളി അയച്ചിട്ടുണ്ട്, അതില് വരാനാ പറഞ്ഞത്. എന്റെ കാറിൽ വരാമെന്ന് ഞാൻ പറഞ്ഞപ്പോ അത് വേണ്ട, ആരും അറിയാൻ പാടില്ല ഈ മീറ്റിങ്ങിനെ കുറിച്ച്, പ്രത്യേകിച്ച് രാജേന്ദ്രൻ എന്ന് പറഞ്ഞു. ഇത് രാജേന്ദ്രന്റെ പ്ലാൻ. തെളിഞ്ഞോ? ആ കുട്ടി സ്വൈര്യം കെടുത്തിട്ടുണ്ടാവും. വൈകാതെ പോയി കളയാം. വേണ്ട. എന്താ വല്ല ചതി ഉണ്ടാവുന്ന? ഉണ്ടാന്ന് പറഞ്ഞാൽ അത്രയും മനസ്സിലാക്കിയാ മതി. ചോദിക്കടാ. Cheers, my son. Cheers. ഇതൊരു മഹാഭാഗ്യമല്ലേ?
തന്നോളം പോകുന്ന മകനെ ചിയേഴ്സ് പറഞ്ഞ് കള്ളു ഐ ഫീൽ പ്രൗഡ്. എന്താടോ നോക്കിയിരിക്കണേ, വെച്ച് കീറ്. നീ കിട്ടില്ല ചിലപ്പോ ഇതുപോലെ രാത്രി. കുടിച്ചടാ എന്റെ പടച്ചോൻ പൊരുത്തപ്പെട്ടു. എന്റെ മോൾക്ക് ദൈവം ആയുസ് കൊടുത്തില്ല, കുറെ കൂടി പറ്റാത്ത കണ്ണീര് പോൽ ആ സങ്കടം കൂടിയുണ്ട്. എന്നാലും ഇന്നിപ്പോ സന്തോഷം തോന്നുന്നുണ്ട് എന്റെ ശിവനെ. ഇങ്ങനെ അയച്ച ഇവന്റെ കല്യാണം കൂടി കാട്ടി തന്നിട്ട് വിളിച്ചാ മതി നീ എന്നെ. ഹലോ എവിടെ? ഒരു മിനിറ്റ്. താൻ ഇവന്റെ കുട്ടിയുടെ കല്യാണത്തിനും തനിക്ക് മരണമില്ലടോ. എന്റെ കാലശേഷവും താൻ ഇവന് കൂട്ടുണ്ടാവണം. എനിക്ക് ഏതാണ്ട് വിസ തീർന്ന മട്ട കാണുന്ന. അയ്യോ എന്നെ ഇത് ഫോഴ്സ് പண்றாங்க. ഉണ്ടക്കലിന് അയച്ച കാറ് വന്നിട്ടുണ്ട്. മതി, ബാക്കി വന്നിട്ടാ. എവിടേക്കാ? ഒരു ചെറിയ യാത്ര. തനിച്ചോ? ഓ ഇവരും പോപ്പറാரு എന്നെ വിളിക്കാൻ നിവർത്തിയില്ല. എവിടേക്കാണെന്ന് വെച്ചാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നോ, നിങ്ങൾ കണ്ടില്ലേ? അതെ, ഇവർ പോறாரு പോലത്തെ കാറില്. വിളിക്കണ്ട, തീരുമാനിച്ചു കഴിഞ്ഞാ പിന്നെ വിളിച്ചാ നിക്കൂല. എവിടേക്കാന്ന് എന്നോട് പറ. ശേഖരൻ അയച്ച വണ്ടിയിൽ ഞാൻ പോണു. എന്റെ മോന് പെണ്ണ് ചോദിക്കാൻ ഞാൻ തന്നെ അയ്യോ. പടോ, ഉണ്ടക്കൽ നിന്നുള്ള വണ്ടിയാണോ? അതെ സാർ. ആ കേറ. ശരി. ஆஹா இவர் இப்பதான் சொன்னாரு. പിന്നെ ആരുമില്ലാതെ എനിക്ക് ശേഖരനെ ഒന്നല്ല പറഞ്ഞാ തീരുന്നാണെങ്കിൽ അങ്ങ് തീർക്കാടോ. அவனுக்கு ட்ராப் செட் பண்ணி வச்சுக்க போற மாதிரி இருக்கு. குடிச்சிட்டு வர போறாரு. സവാരി சவாரி இருக்குது இவரும் ஆரம்பிச்சிட்டாரு. വന്നിട്ട് തന്നെ ഒന്ന് കാണണം കോന്തം വായിലെ. എന്താ ഇപ്പോ ഇയാളോട് പറയാ? டிராப்னு சொல்லிட்டு இவரே போறாரு. சரி இவர் பேசி இது பண்ணலாம்னு சொல்லி பார்க்க. ஆஹா லாரி விட்டு அனுப்பிச்சு விட்டுருக்கானுங்களே. ஐயோ എന്താണോ നടുനോടിന് വണ്ടി നിർത്തിയിരിക്കണേ? ஐயோ എന്താ കഴിക്കണ? எக்ஸ்ட்ரீம் போயிட்டு இருக்கானுங்களே இவங்க. இதானே ആരാത്? ആ ഞാനാണോ? ഉണ്ടക്കല കുട്ടിയാ? ഉണ്ടക്കത്ര നാട്ടില് ഈ തലമുറയിലും ആൺകുട്ടികൾ ഉണ്ട് നീലാണ്ട. ഓ നല്ല കാര്യം. ഈ തലമുറയിലുണ്ടെന്ന് പറ. എനിക്കറിയില്ലത്. മുമ്പത്തെ കഥകൾ എനിക്ക് പറഞ്ഞു തരണ്ട. മുട്ടിയും കുത്തിയും നോക്കിയിട്ട് ഞാനെങ്ങും കണ്ടിട്ടില്ല മരുന്നിന് പോലും ഒന്നിനെ. ശേഖരൻ തലക്കേടില്ല, നല്ല പൊക്കമൊക്കെ ഉണ്ട്. അതിപ്പോ നിലമ്പൂർ കാട്ടിലെ തേക്ക് മരങ്ങളുണ്ടല്ലോ, നല്ല മഴുവിനും നല്ല കൈക്കും പണി വളരെ കുറഞ്ഞത്. ഇത്രയും കാലം കണ്ട കഥ വീട് ഇന്ന് രാത്രി കൊണ്ട് കഥയങ്ങ് മാറുക. പെട്രോള് കുടിച്ചാ കണ്ട നിപ്പ്. കാലം കുറെ ആയി മുണ്ടക്കാർക്ക് സൂര്യക്കേടായിട്ട് നിൽക്കുന്ന മംഗലശ്ശേരി നീലകണ്ഠനെന്ന പടുമരം ഞാനിന്ന് കത്തിക്കും. இவர் கையில அந்த கத்தி வச்சிருக்கு. കാർത്തികേയനെ അവനെയാ ഞാനിവിടെ പ്രതീക്ഷിച്ചത്. അതിനാ കള്ളം പറഞ്ഞ് ശേഖരൻ മാമയെ കൊണ്ട് വിളിപ്പിച്ചത്. കൊല്ലാനാന്ന് മൂപ്പരോട് പറഞ്ഞിട്ടില്ല. ഇന്ന് നന്നായി പെരുമാറി വിടാൻ അത്രയും മൂപ്പരോട് പറഞ്ഞിട്ടുള്ളൂ. അവൻ വേണ്ട. അച്ഛൻ കത്തിപ്പോയി എന്ന് അവൻ അറിഞ്ഞാൽ അത് മതി അവൻ അടങ്ങാൻ, അവൻ ഒതുങ്ങാൻ. അല്ല ஒரு பொறுமையா வேட்டியை மடிச்சு கட்டிட்டு இருக்காரு. അടുത്ത പണി അവനാ. എടാ ചള്ളു ചെക്ക, എന്താണ് മുലപ്പാല് കിനിയനുണ്ടാ നാക്കില്? അടുത്ത കാലിന് ചോര വരും, നെഞ്ചും കൂടി പൊളിഞ്ഞ് എന്റെ കുട്ടി പ്രാണം വിടും. വേണ്ട, എണീറ്റിപ്പോ. ചെറിയ പ്രായ തെരുവ് നായെ പോലെ വഴിയില് ചത്ത് മലച്ച് കിടക്കേണ്ടി വരിക എന്ന് പറഞ്ഞ അത് വലിയ കുറവാകും കുട്ടിയെ. ഓ നീറ്റ് പോടാ. മല്ലയുദ്ധത്തിന് ഇറങ്ങാം. തനിക്ക് പോന്നവനോട് ഇല്ലാച്ച പുറത്ത് മണ്ണ് പറ്റും. അത് യോദ്ധാവിന്റെ പരാജയ. ഓ I don't think he will leave. നേരം വൈകുന്നു. എളുപ്പം വീടെത്താൻ നോക്ക്. അരുത്. திமுரு பத்தியா? நான் சொல்லல. இவனை விட்டு அடுத்த பையனை கொண்டு வருன்னு சொல்லிட்டு இப்போ இவர் தப்பிச்சிட்டாரா? அவ்வளோதான். ஃபுல் பெட்ரோல் நினைச்சிருக்காங்க. எப்படி மனுஷனோட ஒரு பர்சனல் ஈகோக்கு எப்படி பாரு.
ഞാനത് കണ്ടോട്ടെ. എന്നെ കാണിക്കില്ലേ? എനിക്കൊന്ന് കാണണം, ഞാനൊന്ന് കണ്ടോട്ടെ. വേണ്ട കാർത്തികേയ, കാണാനൊന്നും നമുക്ക് ബാക്കി കിട്ടിയിട്ടില്ല. കത്തിച്ച് കളഞ്ഞല്ലേ? കാർത്തികേയൻ, ഐ എം സോറി. പ്രതിയെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്ക് അയാളുടെ രാജേന്ദ്രന്റെ ബോഡിയെ കിട്ടിയുള്ളൂ. മാറ്. കാർത്തികേയൻ, കാണാൻ ഇത്രേ ഉള്ളൂ. എന്ത് പറഞ്ഞടാ ഞാൻ നിന്നെ? എന്റെ ഈശ്വര, ഇത് മാത്രമേ നമുക്ക് ബാക്കി കിട്ടിയുള്ളൂ. அதான் ஃபுல் போதையில் வேறு இருக்காரு பாவம். பேர் ஆனால் அவங்க அப்பாவுக்கு இதுக்கு சம்மந்தம் இல்லைல்ல. ഇവിടെ ആരുമില്ല. வின்னர்ல நடிச்சது அவங்க தானே? ஆமாம் அவங்க வின்னரில் இவங்க இல்லைப்பா. வின்னரில் அவங்க இன்னொருத்தவங்க. அவங்க 2 பேரும் ஒரே மாதிரி தான் இருப்பாங்கன்னு வச்சுக்கேன். കാർത്തികേയൻ ചെയ്യരുത്. വേണ്ട അരുതുപോലെ ഞാനൊന്നും കണ്ടിട്ടില്ല. നീ എനിക്ക് വിരിച്ച വലയായിരുന്നത്. അതിനാണ് എന്റെ പാവ അച്ഛൻ. ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യില്ല. തമ്മിൽ ഒരുത്തനെ കൊന്നു തീർക്കാനായിരുന്നെങ്കിൽ എനിക്കും നീലനും അത് എന്നെ ആവാമായിരുന്നു. അവനുണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് മുണ്ടക്കൽ ശേഖരനുണ്ടായത്. പുളിച്ച വർത്തമാനവും പൂങ്കണ്ണീരും കത്തിക്കും ഞാൻ. പക്ഷിക്ക് കത്തിക്കും എല്ലാം രാജേന്ദ്രനാ. അവനതിന്റെ ശിക്ഷ കിട്ടി. ഏത് രാജേന്ദ്രൻ? നീ അല്ലടാ നിന്റെ മോളെ വളർത്തി തരാമെന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ ചെയ്തത്. എന്തിനാ? എന്നെ കൊണ്ട് ചാടിക്കാൻ. ஓ ஃபோன் இவர் பண்ணாரு. ஆனால் அவர் தான் சொன்னார்ல, அவரை வச்சு சும்மா கூப்பிட்டு அடிச்சு மிரட்டலாம் தான் நாங்கள் பிளான் பண்ணோம். ഫോൺ ഞാൻ ചെയ്തതാ. അവൻ പറഞ്ഞിട്ട്. പക്ഷേ നിന്നെ അയാൾ കൊല്ലാൻ ഞാൻ പറഞ്ഞിട്ടില്ല. எமோஷனல் டெசிஷன்ஸ். பால் வந்து போடு. பத்து வச்சிருக்கேன்னு தான் சொன்னார் அது. കാർത്തികേയ, നീ എന്തിനുള്ള ഭാവ? വേണ്ടടാ, ഞാനേടാ മോനെ പറയണേ. ഇവൻ എനിക്ക് വേണ്ട. എന്റെ അച്ഛനില്ലാതെ ഇവൻ മാത്രം വേണ്ട. രാജേന്ദ്രന്റെ കഴുത്തറുത്തിട്ട് അദ്ദേഹം പോയത് മതി. നീ അവന് വേണ്ടി കടം വിട്ടണ്ട. ഇങ്ങോട്ട് കിട്ടിയത് തിരിച്ചു കൊടുത്തിട്ട് തന്നെ അവൻ പോയേ. വേണ്ട മോനെ വേണ്ട. எப்போ இப்போதான் போகணும். മാറി നിൽക്ക്. சரியா வச்சிருக்கேன். വേണ്ട, ഞാൻ அவரை வச்சு மேய்ச்சது இல்லாமல் இவரை ஏதோ வச்சு மேய்க்கிறாரு இவரை. ഇതെന്റെ വാക്കല്ല. അവനാ നിന്നെ വിളിക്കണേ. നീലൻ പറഞ്ഞത് കേക്ക. ഇല്ലാച്ച തീയിലേക്ക് ഞാനും വീഴും. കാണോ മോനെ? നീല, ஓ அன்னைக்கும் இவர் தான் ஸ்டாப் பண்ணாரு.
இவர் உட்காந்துட்டாரா? ഹലോ, ഞാൻ ഇവിടം വിടുക. ചോദിച്ചു വാങ്ങിയൊരു ട്രാൻസ്ഫർ. പോകുന്നതിന് മുമ്പ് എനിക്ക് യാത്ര ചോദിക്കാൻ നിങ്ങൾ ഒരാളേ ഉള്ളൂ. ഞാൻ തനിച്ചല്ല വന്നത്. പക്ഷേ കൂടെയുള്ള കക്ഷി ഇവിടെ വരെ ഉള്ളൂ. ഡോക്ടർ ജാനകി അവളുടെ ഫ്യൂച്ചർ ജീവിച്ചു തീർക്കാൻ തീരുമാനിച്ചത് നിങ്ങളുടെ കൂടെയാണ്. എന്താ സുഹൃത്തെ, രാമൻ സീതയെ രാവണൻ എക്സ്ചേഞ്ച് കഥയിൽ നിങ്ങളാണ് രാവണനെങ്കിൽ രാമൻ ചുറ്റിപ്പോകും സാർ. ഊതല്ലേ? നോ മാൻ, ഐ ആം ടെല്ലിംഗ് ദ ട്രൂത്ത്. തീരുമാനം എന്റേതാണ്. മറുപടി തരേണ്ടത് കാർത്തികേയനാ. നിനക്കുള്ള മറുപടി ഞാൻ തരാം, ഞങ്ങള് തരാം. വരിരപ്പ കൊല്ലം കുറെ നിന്റെ അച്ഛന്റെ നിഴലായി നടന്നതിന്റെ അധികാരാന്ന് കൂട്ടിക്കോ. ഇതാ നിന്റെ പെണ്ണ്. നീയും ഇവളും തമ്മിൽ ചേരും. അത് ശരി, എല്ലാരും കൂടെ പ്ലാൻ ചെയ്ത പരിപാടിയാ. സോറി, ഐ ആം ഇൻ എ ഹറി. വിഷ് യു ഗുഡ് ലക്ക്. ഗുഡ് ലക്ക്. മിസ്റ്റർ എസ് പി, യെസ്, I wish you a no. We wish you a happy Samari Giri. இவ்வளவு கலவரம் இல்லாம சவாரி கிரிகிரி பண்ணிருக்கலாம். பட் அது வந்து ஃபேமிலி பகையாக இருந்தால் அப்படிதான். அதுவும் கரெக்ட் தான். ஓ, கோயம்புத்தூர். கோயம்புத்தூர்ல கவுண்டர். ஏன் நான் கோயம்புத்தூர் சொன்னேன்? கோயம்புத்தூர்னு சொன்னாங்களோ படத்துல. பொள்ளாச்சி சொன்னாங்க. பொள்ளாச்சி. சிக்கா முடிச்சிட்டாங்க. ஓகே, மூவி முடிஞ்சிருச்சு. உங்களோட தாட்ஸ் என்ன? சவாரி கிரிகிரி. அது நம்ம கிட்ட தான் எடுத்திருக்காங்க. அந்த நமக்கே தெரியல. ஆக்சுவலாக அது சொல்ல நமக்கு ஏதோ அடுத்த லைன் வருது. பட் நம்ம அதெல்லாம் சின்ன வயசுல கேட்டதா இருக்குன்னு நினைக்கிறேன். சம்திங் இந்த பாட்டெல்லாம் நம்ம கேட்டிருக்கோம். அந்த பிரபுதேவா சம்திங் இவங்கெல்லாம் இருப்பாங்கல்ல, வடிவேல் பிரபுதேவா, அது படம் ஃபுல்லா அது ஒரு நல்ல என்டர்டைன்மெண்டா இருந்தது. இல்ல அது ராவண பிரபு அப்பா மாஸ் பண்ணிட்டாங்க பார்க்கல. நல்ல என்கேஜிங்கா இருந்தது படம். ஸ்டோரி பிளாட்டுமே வந்துட்டு பயங்கரமா எழுதிட்டாங்க. அங்கேருந்து கண்டினியூ பண்ணதுலேருந்து முடிக்கிற வரைக்கும் வந்துட்டு நல்ல ஒரு கனெக்டிங்காக இருந்தது. எங்கேயுமே லேக் இல்லை. ஸ்க்ரீன் பிளே வந்துட்டு ரொம்ப நல்லா இருந்துச்சுன்னு வச்சுக்க. எங்கேயுமே வந்து ஸ்லோ இல்லை, தேவலா சீன்ஸ் இல்லை, நல்லா இருந்துச்சு. டபுள் ஆக்ட் பண்ணியிருக்காரு இவர் கரெக்டாக. ரெண்டுமே வந்து ரெண்டு பேர் மாதிரி தான் எனக்கு தெரிஞ்சது. ரெண்டுமே ஒரே ஆள் மாதிரி தெரியல. நான் வந்து நிறையா படம் வந்துட்டு நம்ம பார்க்கறதுல ஒரு சில சிமிலர் மாதிரி இருக்கும். ரெண்டு பேரும் ஒரே மாதிரி தான் நடிக்கிறாங்க அப்படின்னு. இன்னொன்று, ரெண்டு யங்கர் வெர்ஷன் நடிக்கும்போது பிரச்சனை இல்லை. ரெண்டு பசங்களோ இல்லை ரெண்டு ஹீரோன் வில்லன் நடிக்கும்போது ரெண்டு சேம் ஏஜிங்கிறப்ப பிரச்சனை இருக்காது. கொஞ்சம் டோன் மாற்றினா போதும். பட் இந்த அப்பா பையன் நடிக்கிற அந்த இதில் மட்டும் ரெண்டு பேருக்கும் பயங்கர டிஃப்ரென்ஸ் காமிச்சு ஆகணும். ஏன்னா அப்பாவுக்கு 50-60 வயசு இருக்கும், பையனுக்கு 30க்குள்ளே தான் இருக்கும். ஸோ அந்த ரெண்டு பாடி லாங்குவேஜ் மெயின்டைன் பண்ணணும். அதே மாதிரி வந்து ஆக்டிங் வந்து அந்த ஏஜுக்கு ஏற்ற மாதிரி நடிக்கணும்ல. பயங்கரமா நடிச்சிருந்தாரு அதுல. செம்ம ஆக்டிங். அப்பா ரோலுக்குலாம் வந்துட்டு சூப்பரா நடிச்சிருந்தாரு. ஆரியர் இன்னசென்ட் எப்போ அவர் அவையும் மிஞ்சிட்டாரு எனக்கு தெரிஞ்சு. அவர் பேசுறதெல்லாம் எந்த மோனே அப்படி சொல்லி அந்த அந்த ரொம்ப வயசான அந்த இது பண்றது அதெல்லாம் சூப்பரா நடிச்சிருந்தாங்க. ரெண்டு பேருமே நடிச்சிருந்தாங்க சூப்பரா. எனக்கு அந்த வயசானவங்க எல்லாம் அவங்க ரெண்டு பேரும் தான் எனக்கு ரொம்ப பிடிச்சிருந்தது. மற்றவங்க ஃப்ரெண்ட்ஸ்லாம் எனக்கு தெரியல. மோகன்லாலோட அந்த வயசான அந்த ஆக்டிங்கும் வாரியரோட ஆக்டிங் வந்துட்டு எனக்கு ரொம்ப பிடிச்சிருந்தது. அப்படியே வந்துட்டு இவரு கார்த்திகேயன் அவர் வந்துட்டு ரொம்ப ஒரு இள ரத்தம் அப்படிங்கிற மாதிரி பயங்கர எனர்ஜெட்டிக்கா இருந்தாங்க. அதை விட அவர் வரும்போதெல்லாம் ஒரு மியூசிக் போட்டு நம்ம வைப் பண்ணிக்கிட்டே இருந்தாங்க. அது நல்லா இருந்துச்சு. நல்லாவே தெரிஞ்சதுன்னு வச்சுக்கிங்களேன். இவர் வந்தாருன்னா அந்த வைப் வந்து ஸ்க்ரீனில் வருதுங்கிறது நல்லா தெரிஞ்சது. அவரோட கேரக்டருமே வந்துட்டு நல்லா இருந்துச்சு. ஆக்சுவலாக அவரோட அப்பா கேரக்டர் மாதிரி லைட்டாக இருந்துச்சு அவர்கிட்ட. ஒரு சில குணங்கள்லாம் இருக்குது. பட் வந்து அவர் கொஞ்சம் கிளவராக ஹேண்டில் பண்ணுறாரு. அவருக்கு அமௌண்ட் வேணுங்கிறப்ப அவர் அங்கேருந்து வந்து ஒரு பிஸ்னஸ் ஆரம்பித்து அவர் முதலாளியானதாக இருக்கட்டும். ஸோ அது மாதிரி நிறையா வந்துட்டு அவர் கிளவராக யூஸ் பண்ணியிருக்காரு. அதுக்கப்புறம் வந்துட்டு படத்தில் அங்கே கொஞ்சம் சென்டிமெண்ட்டாக கொண்டு போயிட்டாங்க. பட் அதுதான் வந்துட்டு ஏஜ் ஆகுது, அது ஏதாச்சும் ஒரு சுச்சுவேஷனில் அது வரதானே செய்யுங்கிற மாதிரி இருந்துச்சு. மறுபடியும் இந்த பகைகள் வந்து ஆரம்பிச்சுக்கிட்டே தான் இருக்கிற மாதிரி அவர் வந்துட்டு நம்ம நெப்போலியன் பண்ணிட்டு போயிட்டாரு. அது திரும்ப தொடருது. அது எப்போ முடிக்க போகிறாங்கிறது தான் அந்த ஒரு கிளைமேக்ஸாக இருக்குங்கிறது லைட்டாக எனக்கு கெஸ் இருந்தது. பட் அது சூப்பராக முடித்தாங்க. அதுவுமே எனக்கு பிடிச்சிருந்தது. சாங்ஸ் நல்லா இருந்துச்சு படத்தில். அடுத்தடுத்த வாரிசுகளை காமிக்கும் போது அவங்க எல்லாம் ஒன்றா இருக்கிறது வந்துட்டு நல்லா இருந்தது. நம்ம ஏதோ ஒரு 30 வருஷம் கழிச்சு இன்னொரு ஸ்டோரியை பார்க்குற மாதிரி, நம்ம பக்கத்தில் இருக்கிற ஒரு ஸ்டோரி வந்துட்டு திடீர்னு நம்ம ஒரு ஃபாரின் 20 வருஷம் கழிச்சு போயிட்டு திரும்ப வந்துட்டு அவங்க பசங்களாக இருந்தால் எப்படி இருக்குமோ அது மாதிரி இருந்தது. எனக்கு வந்து ஒன்றை விட இது எனக்கு கொஞ்சம் என்கேஜிங்காக இருந்ததுப்பா. எனக்கு வந்து இது ரொம்ப பிடிச்சிருக்கு இந்த படம். ஒன் வந்து ரொம்ப ரொம்ப அது வந்து ரொம்ப கிளாசிக் கல்ட்டுன்னு சொல்கிறாங்க.
பட் அவங்களுமே என்ன சொல்றாங்கன்னா இது வந்துட்டு மலையாளிஸ்க்கு தான் வந்து ரொம்ப கனெக்ட் ஆகும் அப்படின்னு. எங்களுக்கு பிடிச்சிருந்தது இல்லைன்னு சொல்லல, பட் எங்களுக்கு கனெக்ஷன் வந்துட்டு இதுல எங்களுக்கு நல்லா இருக்கு. இது வந்துட்டு நம்ம இது மாதிரி படம் நிறைய நாங்க பாத்துருக்கோம். ஆமா ஆமா விருமாடிலாம் விருமாடிலாம் இதே மாதிரிதான் இருக்கும், 2 பேரும் போட்டு இருப்பாங்க. அதுக்கப்புறம் எனக்கு இந்த ஐயா படம் பார்த்திருக்கேன். ஐயா படமும் இப்படிதான், நெப்போலியனும் சரத்குமாரும் அப்பா ரோல்ல இருப்பாங்க. அவங்களுக்கு வந்து நயன்தாரா, நெப்போலியன் பொண்ணு வந்துட்டு நயன்தாரா, சரத்குமாருக்கு பையன் வந்து சரத்குமார். ஓகே, சம்திங் இதே மாதிரி தான் இருக்குமா. ஸோ இந்த வைப் வந்துட்டு எங்களால் கனெக்ட் பண்ணிக்க முடியுது. இந்த படம் எனக்கு ரொம்ப பிடிச்சிருந்துச்சு. எனக்கும் நல்ல ஒரு கமர்ஷியல் லைன் மாதிரி இருந்தது. ரஞ்சித் நல்லா எடுத்துகிட்டு போயிருக்காங்க. எனக்கு என்ன அங்கங்கே அந்த சென்டிமெண்டல் சீன்ஸ் போட்டால் தான் ரொம்ப கஷ்டமாக இருந்தது. பட் அது கொஞ்சம் ஸ்டோரிக்கு பேக்கப் பண்ணுற மாதிரியான சுச்சுவேஷன்ஸாக இருந்தது. அண்ட் மூவியுமே ஃபுல்லாகவே நல்லா எடுத்துகிட்டு போயிருந்தாங்க. நிறைய இடத்துல நல்லா ஒரு சென்டிமெண்டல் சீன், ஒரு கமர்ஷியல் சீன், ஒரு ஃபன் சீன் அப்படி நல்லா காம்போவாக எடுத்துகிட்டு போயிருந்தாங்க. ஐ திங்க் அது இந்த மூவியோட சக்ஸஸ் லைனுக்கு வந்து ஒரு நல்ல ஸ்ட்ராங் பிளாட்னு நினைக்கிறேன். நல்லா இருந்தது, நல்லா என்ஜாய் பண்ணேன். அதே மாதிரி நிறைய அழுக விட்டாங்க. ஆக்டிங் வந்து டெஃபினட்டாக ரொம்ப மாசாக இருந்தது. ஏன்னா நான் வந்து அந்த வயசான ரோல் காமிக்கும் பொழுதுலாம் அவங்களோட அந்த ஃபேஷியல் எக்ஸ்பிரஷன்ஸை கொஞ்சம் அப்சர்வ் பண்ணேன். அவர் வந்து கண்ணை அப்படி சுருக்கி வயசான மாதிரி பேசுறதா இருக்கட்டும், இல்லை நிதானமாக பேசுறதா இருக்கட்டும், இல்லை பாடி லாங்குவேஜாக இருக்கட்டும், ஒரு மாதிரி தொப்பை எல்லாம் தள்ளிட்டு பொறுமையா நல்லா நிதானமாக நடிச்சிருந்தாங்க. இன்னசென்ட் ரோல் எனக்கு ரொம்ப ரொம்ப பிடிச்சிருந்தது. அவர் நல்லா பண்ணியிருந்தாரு. அப்புறம் நிறைய சீக்வன்சஸ் ஹீரோயின் சூப்பரா இருந்தாங்க. வசுந்தரா ஆக்டிங் நல்லா தான் இருந்தது. கரெக்டா அவங்களுடைய ரோலை ப்ளே பண்ணிட்டாங்க. எனக்கு வந்துட்டு அப்பா ரோல் பண்ண அந்த மோகன்லாலோட எனக்கு ரொம்ப ஒரு சீன் ரொம்ப பிடிச்சிருந்தது. என்ன சீன்னா, ரேவதி இறந்துடுறாங்கல்ல, இறந்ததுக்கு அப்புறமா அவர் வந்துட்டு அழுதுட்டு அவங்களோட நெத்தியில வந்துட்டு ஒரு கிஸ் பண்ணுவார். ஆக்சுவலா அப்போ வந்துட்டு ஒரு சொட்டு தண்ணி வந்து அவங்க மேல விழணும். நீ யோசிச்சு பாரு, இதை வந்து சொல்லிட்டு இருப்பாங்க சீன்ல வந்து என்ன சொல்லியிருப்பாங்கன்னா, நீங்க அழுதுட்டு போயிட்டு அவங்களை வந்துட்டு நெத்தியில வந்து கிஸ் பண்ணணும், அப்போ வந்துட்டு உங்க கண்டு ஒரு டிராப் தண்ணி வந்து அவங்க மேல விழணும்னு சொல்லியிருப்பாங்க. இது சொல்றது ஈஸி, நீங்க யோசிச்சு பாருங்க, அழுதுகிட்டு போயிட்டு ஒருத்தர் கிஸ் பண்ணி அவங்க அந்த சென்டிமெண்டோட போயிட்டு அந்த தண்ணி அவங்க மேல விழணுங்கிறது சாதாரண விஷயம் கிடையாது. அழுக சொன்னா அழுதுடலாம், அவங்க ஏதாச்சும் போட்டு கூட அழுதுருவாங்க. பட் இந்த சீன்ல வந்துட்டு நடிக்கும் போது கரெக்டா அந்த டிராப் தண்ணி அவங்க மேல விழணுங்கிறது அந்த க்ளோஸ் அப்ல வச்சிருந்தாங்க. சார் நீ பாத்தியா? அதை இல்ல, நான் அதை கவனிக்கல. அவர் அழவே இல்லை நான் நினைச்சிட்டு இருந்தேன். இல்ல அப்பறம் ஒரு வந்து என்னை விட்டு போயிட்டியே என்கிட்ட சொல்லாம அப்படி சொல்லி அப்ப போயிட்டு பண்ணும்போது கரெக்டா அவங்களுடைய அந்த சந்தனம் வச்சுருந்தாங்க சொன்னாங்க. அந்த சந்தனத்துக்கு மேலே வந்து ஒரு சொட்டு தண்ணி விடும். எனக்கெல்லாம் எப்படி அதை பண்ணாங்கிற மாதிரி இருந்துச்சு. அது மாதிரி நிறைய ஆக்டிங் வைஸ் இந்த படம் வந்து பயங்கர மாஸ் பண்ணிட்டாரு. இவர் ஆக்டிங் வைஸ் இந்த பக்கம் மாஸ் பண்ணிட்டு இருந்தா, பையன் ஒரு பக்கம் ஆக்ஷன்ல மாஸ் பண்ணிட்டு இருந்தாரு. ஃபைட்லாம் நல்லா இருந்துச்சு, ரொம்ப நல்லா இருந்துச்சு. அவ்வளவுதான், சவாரி கிரிகிரி தான் படம். ஓகே, நாங்க நல்லா என்ஜாய் பண்ணோம். நம்ம அடுத்த மோகன்லால் மூவில சந்திப்போம். பை பை.